ലൈവില് ഷാനവാസും നെവിനും തമ്മിലുള്ള ആ ഒരു വഴക്കൊരു കൂട്ടത്തല്ല് ലെവലിലേക്ക് പോയി കേട്ടോ. കാരണം ആര്യൻ ഒരു ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെ ഷാനവാസിന്റെ വായ അടഞ്ഞു, ലൈറ്റായിട്ട് എനിക്ക് അടഞ്ഞ പോലെയാണ് ഫീൽ ചെയ്തത്. ആര്യൻ ചോദിച്ചത് ഇതാണ്, ഇവിടെ ഒരു കറി മാത്രം കൂട്ടി നമ്മൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലേ? ആ ഒരു ചോദ്യം അതൊരു വാലിഡ് ചോദ്യമാണ് കേട്ടോ. ഈ ഒരു സാഹചര്യത്തിൽ ഷാനവാസ് ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാക്കിയതിന് പിന്നിലെ ആ ഒരു മോട്ടീവ് അതിലൂടെ തുറന്നു കാണിച്ച പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ ആരുടെയും പക്ഷം പിടിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്, ലൈവിൽ കണ്ടത് അതേപടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഇതിനിടയ്ക്ക് അക്ബർ അനുമോള് തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അനുമോളും പിന്നെ ഇവരുടെ ഈ ഒരു ഗ്യാങ്ങും ഇത് ഒത്തുപോയില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അക്ബർ ഇതിനിടയ്ക്ക് എന്തോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോള് പറയുന്നത് കേട്ട് പ്രൊവോക്കായി അക്ബർ പറയുന്നതാണ്, ഞാൻ രാവിലെ ഉണ്ടാക്കി തന്ന ദോശ നീ വെട്ടി വിഴുങ്ങിയില്ലേ, നീ മൂക്കുമുട്ടം തിന്നിട്ട് വർത്താനം പറയരുത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അനുമോളുടെ മണ്ടയ്ക്ക് ചാടുന്നുണ്ട്. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് അങ്ങനെയുള്ള വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ അക്ബറായിട്ട് കൊണ്ടുവന്നതൊന്നും അല്ല ഈ ദോഷമാവ് എന്ന് പറഞ്ഞ സാധനം. അത് ബിഗ് ബോസ് അവർക്ക് എത്തിച്ചു കൊടുത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോ ഞാൻ ഉണ്ടാക്കി തന്നിട്ട് നിന്റെ എല്ലിന്റെ ഇടയിൽ കയറി അങ്ങനെയൊന്നും പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. അപ്പൊ അനുമോൾ ഇത് തന്നെ പറയുന്നുണ്ട്, ഇത് നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ല, ബിഗ് ബോസ് കൊടുത്തതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത് ഒരു കൂട്ടത്തല്ല് ലെവലിലേക്ക്, കൂട്ടപ്പൊരിച്ചൽ ലെവലിലേക്ക് ഇത് പോയേനെ. ഷാനവാസ് നെവിനെ കയറി ഓടിയെന്നോ എടിയെന്നോ അങ്ങനെ എന്താണ്ട് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നെവിനും ശരിക്കും പ്രൊവോക്ക് ആവുന്നുണ്ട്. പക്ഷെ വലിയ കാര്യമായിട്ട് നെവിൻ ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല. നെവിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ഈ 15 വർഷം കൊണ്ട് എന്തുണ്ടാക്കിയടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആ രീതിയിൽ ഇത് അവസാനിക്കുകയാണ്, വഴക്ക് അവിടെ അവസാനിക്കുകയാണ്. പോടി എന്ന് ഷാനവാസ് വിളിച്ചു നെവിനെ. അപ്പൊ അനുമോൾ എന്താ വിളിച്ചത് ആദില എടുത്ത് ചോദിക്കുമ്പോൾ ആദില പറയുന്നുണ്ട്, നീ മിണ്ടാണ്ടിരി. കാരണം ആദില ഈ ഒരു കേസിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. ആദിലയുടെ നേരെയും ഈ ഒരു സംഭവം വരും. ആ ഒരു സംഭവം ചർച്ചയായി കഴിഞ്ഞാൽ ആദിലയുടെ നേരെയും വരുമെന്ന് ആദിലയ്ക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ആദില മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത്. ഞാൻ ഓർത്ത് കുറെ നേരം കൂടി വഴക്ക് നീണ്ടു നിൽക്കുമെന്ന്. കാരണം ഇവര് ബേസിക്കലി ഇവര് തമ്മിൽ ഒരു ഗ്രഡ്ജ് ഉണ്ട്. ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പം ഗ്രഡ്ജ് വെച്ചിട്ടുള്ള ഒരു കളിയാണ് കേട്ടോ. ഈ 9 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗ്രഡ്ജുകളുണ്ട്. ഗ്രഡ്ജ് വെക്കാതെ കളിക്കുന്ന അവിടെ ആകെ അനീഷ് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാവരും തമ്മിൽ, അനുമോൾക്കാണെങ്കിൽ അക്ബറിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അക്ബറിനാണെങ്കിൽ അനുമോളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അനുമോൾക്കാണെങ്കിൽ നെവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, നെവിനെ തിരിച്ചും. പിന്നെ അതേപോലെ ഷാനവാസിന് നെവിനോട് വലിയ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല. പക്ഷെ നെവിന് നല്ല രീതിയിൽ തന്നെ ഗ്രഡ്ജ് ഉണ്ട് ഷാനവാസിന്റെ അടുത്ത്. അതേപോലെ ആദിലയും നെവിനും തമ്മിൽ നല്ല രീതിയിൽ ഗ്രഡ്ജ് ഉണ്ട്. നൂറയും നെവിനും തമ്മിൽ ഗ്രഡ്ജ് ഉണ്ട്. ഈ ഗ്രഡ്ജ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് വലിയൊരു കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഗ്രഡ്ജ് വെക്കുന്നത് ഒരു വളരെ മോശം കാര്യമാണ്. ബിഗ് ബോസ് പോലൊരു ഗെയിം ഷോയ്ക്ക് അത് ഗെയിം കളിക്കാനാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രഡ്ജ് ഒന്നും വെക്കാതെ ഒരു ഗെയിം സ്പിരിറ്റില് കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോയാൽ ഇവർക്ക് എല്ലാവർക്കും കൊള്ളാം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം അനുമോളാണെങ്കിലും എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അക്ബറിനെ പ്രൊവോക്ക് ചെയ്തതാണ്. അതുകൊണ്ടാണ് അക്ബർ അങ്ങനെ അത്രയും ഡയലോഗ് പറഞ്ഞത്. അപ്പോ ഈ ദോശ കൊടുത്ത ആ കേസൊക്കെ കണക്ക് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ഇവരൊക്കെ ഈ ഗ്രഡ്ജ് വെച്ചിട്ടാണ് കേട്ടോ. മര്യാദയ്ക്കൊന്ന് ഇരുന്നൊന്ന് സംസാരിച്ച് അകൽച്ചകളൊക്കെ ഒന്ന് മാറ്റി ഇരുന്നാല് ഈ ഗ്രഡ്ജൊക്കെ മാറി ഒരു ഗെയിം സ്പിരിറ്റിലെല്ലാം എടുക്കാനായിട്ട് പഠിക്കും. ഇത്രയും ദിവസമായി 19 ദിവസമായിട്ടും അവിടെ ഗ്രഡ്ജ് ഉള്ളവരുണ്ടെന്ന് പറയാൻ എനിക്ക് നാണക്കേടാവുന്നു. 70-80 ദിവസം ലൈവ് കണ്ടിട്ട് ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു ഗ്രഡ്ജ് ഉള്ള പോലെ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും